ചാരഫലങ്ങൾ. അതിൽ കുംഭൻ രാശിയുടെ ഫലമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. കുംഭൻ രാശിയിൽ അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്ക് വരുന്ന 2.5 വർഷക്കാലം ശനി എങ്ങനെയാണ് ഫലം ദാനം ചെയ്യുക എന്ന് നോക്കുമ്പോൾ ഇവർക്ക് ഏഴരാണ്ട ശനിക്കാലമാണ്. അർദ്ധസ്ഥേ അർത്ഥസുഖാംഗകാന്തി വിഗമ കാമസ്യ വാമന്ദത എന്ന് പ്രശ്നമാർഗം പറഞ്ഞിരിക്കുന്നു. അർത്ഥ ഭോക്തം ഗൃഹനാശം എന്നിങ്ങനെ ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അർത്ഥം ധനമാണ്. ധനസംബന്ധമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാവുക, കടം, ചില കേസുകളൊക്കെ ഇവർക്ക് വളരെ ക്ലേശങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ചില വാക്ക് ഇവർക്ക് പാലിക്കാൻ പറ്റാതൊക്കെ വരും. ചിലരുടെ വാക്കിൻ്റെ പിന്നാലെ പോയിട്ട് അവർക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാവും. വാഹന സംബന്ധമായി ക്ലേശങ്ങളുണ്ടാവും. ഈ രേഖാപരമായ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. പ്രമാണങ്ങൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ സംബന്ധമായിട്ടൊക്കെ ചില അവസ്ഥകൾ അവർക്കുണ്ടാവും. കള്ളന്മാരെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവും കേട്ടോ. ചില ചാബല്യങ്ങൾ, അമ്മയ്ക്ക് വ്യസനം ഉണ്ടാവുക, ആത്മഹത്യാ പ്രവണത, ചില ബിസിനസ്സൊക്കെ തകർന്നിട്ട് ആത്മഹത്യാ പ്രവണത വരെ ഇവരിലൊക്കെ ഉണ്ടാവാം. ജ്യേഷ്ഠന് കുറച്ച് രോഗങ്ങളും ജ്യേഷ്ഠൻ്റെ വിയോഗം ഇതൊക്കെ അവർക്കുണ്ടാകുന്നൊരു കാലമാണ്. പൊതുവെ ഒരു കുടുംബത്തിലേക്ക് രോഗാദി അരിഷ്ടതകൾ ഉണ്ടാവും. ഇവരാൽ ഭരിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. ഇവർക്ക് കുറച്ച് ഡിപ്രഷനും ഒരു എല്ലാ അവസ്ഥയിലും ഒരു തുലനതയില്ലാത്ത അവസ്ഥ ഇവർക്ക് പൊതുവെ ഉണ്ടാവും. ഈ കുംഭക്കൂറുകാർക്ക് നേത്രരോഗം, സർക്കാരുമായി കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉദരരോഗം ഉണ്ടാവുക, സമയത്ത് ആഹാരം കഴിക്കാതെ വന്നിട്ട് അസിഡിറ്റി കാര്യങ്ങൾ, വായുക്ഷോഭം ഇതൊക്കെ ഉണ്ടാവും. മാനസിക വ്യഥ, ശത്രുക്കൾ വർധനവുണ്ടാവും. താങ്കൾക്ക് ഉചിതമായ ഈശ്വരഭജനം ചെയ്യുക മൂലം കുറച്ചൊക്കെ നേരെയാവും. കുറച്ച് മൗനത്തിലിരിക്കുക, നല്ല ഏതെങ്കിലും സ്ഥലത്ത് പോയി വല്ല ഉപവാസമൊക്കെ അനുഷ്ഠിക്കുന്നതൊക്കെ കുംഭക്കൂറുകാർക്ക് വരുന്ന 2.5 വർഷക്കാലം നല്ലതാണ്. മൂകാംബികയിലേക്ക് പോയി ഭജന ഇരിക്കുന്നതൊക്കെ അവർക്ക് വളരെ വിശേഷമാണ്. മൂകാംബികയിൽ വെള്ളി നാവ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചില ഇതൊക്കെ ചെയ്യാം. ഭദ്രകാളിക്ക് ഗുരുതി കഴിക്കുക, ശാസ്താവിനെ പോയി തൊഴുക, ശബരിമലയ്ക്ക് ദർശനം നടത്തുക, അല്ലെങ്കിൽ വളരെ വിശേഷമായിട്ടുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുന്നത്, തിരുപ്പതി പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതൊക്കെ ഈ സമയത്ത് അവർക്ക് നല്ലതാണ്. ഇപ്രകാരമാണ് കുംഭൻ രാശിയുടെ ഫലം. തുടർന്ന് മീനൻ രാശി നോക്കാം. നമസ്തേ.